മക്കളെ ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രിയുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓക്കെ. ഹലോ മക്കളെ, ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രിയുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ കണ്ടിട്ടിരിക്കുന്ന മക്കളാണെന്ന് അറിയാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈവാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 10 hour ലൈവാണ്. ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ട ലൈവാണ് അല്ലേ മിസ്? ഒരുപാട് മെസ്സേജുകളിലൂടെ ഒക്കെ ചോദിച്ചതാണ് മിസ്. ഞങ്ങൾക്ക് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലൈവ് വേണം എന്നുള്ളത്. സോ നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റിനെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നാളെ, അതായത് 22-ാം തീയതി ശനിയാഴ്ച കൃത്യം 3 മണിക്കാണ് നമ്മൾ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ആ ലൈവില് നമ്മൾ ഫുൾ കൺസെപ്റ്റ് തീർക്കും എന്നുള്ളത് ഷുവറാണ്. അതിലുപരിയായിട്ട് ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്ക് ആ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ റിവീൽ ചെയ്യാം. മറ്റൊന്നുമല്ല, നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി പിന്നീട് ഒരു ദിവസം നമുക്ക് ഇനിയില്ല. അതുകൊണ്ട് തന്നെ അത് ആ സ്പോട്ടിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യം അപ്പോൾ തന്നെ ചെയ്തിട്ട് അത് നിങ്ങൾ പഠിച്ചെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുന്ന രൂപത്തിലായിരിക്കും ആ ലൈവ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളൂ മക്കളെ, ലോങ് ലൈവാണ്. അപ്പോൾ ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടവരികയും ഒരുപാട് കഴിഞ്ഞിട്ട് കാണാം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞായറാഴ്ച തീർച്ചയായിട്ടും അതിനൊരു സമയം കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആ ലൈവിൽ തന്നെ അറ്റ് എ ടൈം നിങ്ങൾ അറ്റൻഡ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നോക്കാൻ അവർക്ക് ടൈം കിട്ടും ഞായറാഴ്ച അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, അതായത് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കറക്റ്റ് പ്ലാൻ നിങ്ങൾ ഈ ഒരു വളരെ കുറഞ്ഞ സമയം ഫോളോ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ 3 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഓരോ ടോപ്പിക്കും ചിലപ്പോൾ ആ ടോപ്പിക്ക് അറിയാവുന്ന ആളായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും നിങ്ങൾ സ്റ്റക്കായി പോവുക. ആ ഒരു ബുദ്ധിമുട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ടോപ്പിക്കിന് ശേഷവും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നാളെ തന്നെ പഠിച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഞായറാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ ഒരു കാര്യം എന്താ, നാളെ നിങ്ങൾ കൺസെപ്റ്റ് സെറ്റാക്കിയാൽ മാത്രമേ ആ ഞായറാഴ്ചത്തെ മാരത്തോണിൽ നമ്മൾ തരുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു ഈസിനെസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ലൈവ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങളിത് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിച്ചുകൊണ്ട്, അതായത് കെമിസ്ട്രി തീരെ അറിയൂല, ഇനി 0 ആണ്, കെമിസ്ട്രി കിട്ടുന്നത് കിട്ടിക്കോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, ഇങ്ങനെയൊക്കെ തീരുമാനിച്ച കുട്ടികളോടൊക്കെ ഷുവറായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. A+ തന്നെ എത്താൻ പറ്റും നാളത്തെ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനുകളൊക്കെ കെമിസ്ട്രി കുറച്ചധികം പേർക്കും അല്ലെങ്കിൽ ഒരു 85% ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു എക്സാം ആയിരുന്നു. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പബ്ലിക് എക്സാം ഏറ്റവും ഈസി ആയിട്ട് എഴുതാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ള സ്റ്റഡി അവേഴ്സും പ്ലാൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈവ് കഴിക്കുന്നതിനിടയ്ക്ക് ആ ഒരു റിഫ്രഷ്മെന്റ്സ് ഒക്കെ, ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പാരലായിട്ട് തന്നെ ചെയ്തു പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തും ഒരേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊന്ന് എടുത്തു പറഞ്ഞതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ലൈവിൽ എല്ലാവരും കാണണം. എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ അത്രക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. അപ്പോൾ എല്ലാ മക്കളും തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ഇൻ്റർവെൽസും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. എല്ലാ മക്കളും നാളെ ലൈവിൽ വരണം. ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ നിങ്ങൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്തായാലും ഇത് വർത്തായിരിക്കും. സോ നമുക്ക് നാളെ കാണാം അല്ലേ മിസ്സേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊപ്പം ചേർന്ന് പഠിക്കാൻ റെഡിയാണ്, A+ മേടിക്കാൻ റെഡിയാണ് എന്നുള്ള എല്ലാവരും നമ്മുടെ താഴെ ഐ ആം റെഡി എന്ന് പറഞ്ഞൊരു ഫയർ ഇമോജി ഇട്ട് കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് നാളെ കാണാം.